ഹലോ ഗൈസ്, വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. രാവിലത്തെ ഇഡലി ഉച്ചയ്ക്ക് 1:30 കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അപ്പം ചോദിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ്. ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ പുറത്ത് പോകാൻ സാധിച്ചില്ല. ഏട്ടന് പെട്ടെന്നൊരു കോൾ വന്ന കാരണം നമ്മൾ പുറത്ത് പോയില്ല. അപ്പം ഉച്ചയ്ക്കത്തേക്കൊന്നും ഉണ്ടാക്കിയതുമില്ല. ഏട്ടൻ പോയത് കാരണം ഏട്ടനും പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾ രാവിലത്തെ ഇഡലിയൊക്കെ കഴിച്ച് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി. നമ്മൾ എപ്പോഴും വാങ്ങി വെക്കുന്നൊരു സാധനമല്ല ഈ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ്. കണ്ടപ്പോൾ കൗതുകം തോന്നി വാങ്ങിച്ച് വെച്ചു. അത് ഇന്നേ ദിവസം എനിക്ക് ഉപകാരമുണ്ടായി. അങ്ങനെ കോഫി ഉണ്ടാക്കി കുടിച്ചു. അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചും കൂടി മധുരം വേണോ എന്ന് ഒരു തോന്നൽ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സും മുട്ടയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ സെറ്റാക്കി ഇരുന്നപ്പോൾ ഏട്ടൻ വിളിക്കുന്നു, വേഗം ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കൂ, ഏട്ടൻ ഇപ്പോൾ വരും, നമുക്ക് പുറത്ത് പോകണം. സമയം ഏകദേശം 3-3:30 ആവാറായി. അപ്പോഴത്തേനും തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബെഡ്ഷീറ്റ് വന്നു. ബെഡ്ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കളറ് ബെഡ്ഷീറ്റാണ്. എനിക്കെപ്പോഴും ലൈറ്റ് കളറിനോടാണ് താല്പര്യം. പ്രത്യേകിച്ച് റൂമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ലൈറ്റായിട്ട് ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ റൂം ഭയങ്കര കളറായിട്ട് തോന്നും. മീൻസ് ഒരു വെട്ടം ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ കുറേ വെള്ള ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളതെല്ലാം ലൈറ്റായിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ്, ലൈറ്റ് കളർ ബെഡ്ഷീറ്റുകളാണുള്ളത്. അങ്ങനെ അത് കാഞ്ചി അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. കാഞ്ചി കട്ട് ചെയ്യാനൊക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല. പിന്നെ ഞാനത് വലിച്ചു പൊട്ടിച്ചെടുത്ത് ഈ കാണുന്ന സംഭവമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് ഇപ്പം വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ബെഡ്ഷീറ്റാണ്. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തൊണ്ടയ്ക്കൊരു കിരികിരിപ്പ്. പുറത്തൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോയി നമ്മൾ നേരെ KFC കഴിക്കാൻ വേണ്ടി കയറി. ഒരു 1.5 വർഷത്തിന് മേലെയായി നമ്മൾ KFC ഒക്കെ കഴിച്ചിട്ട്. ഇപ്പം മാക്സിമം നമ്മൾ എന്താ പറയുന്നത്, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ നമുക്കത് സക്സസ്ഫുള്ളി നമുക്കത് ചെയ്യാൻ പറ്റും. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ചില സമയങ്ങളിൽ കൊതി മൂത്ത് കഴിയുമ്പം പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെ നമുക്ക് ലംഘിക്കേണ്ടി വരും. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ കഴിക്കും. എന്നാലും വല്ലപ്പോഴുമൊക്കെ പുറത്തുനിന്നൊക്കെ പോയി ഫുഡ് കഴിക്കും കേട്ടോ. അങ്ങനെ KFC ഒക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ്ടേ കുഞ്ചുവിന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. കുഞ്ചുവിന് നമ്മൾ ഈ മാളിലൊക്കെ കാണുന്ന ഈ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, ഇതിനുള്ളിൽ കയറണം എന്നുള്ളത്. പക്ഷേ എൻ്റെ മനസ്സ് പലപ്പോഴും അതിൽ നിന്ന് ഞാൻ അവനെ പിൻവലിക്കുമായിരുന്നു. പോകണ്ട മോനെ, ഭയങ്കര പൈസയാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് നോക്കുമായിരുന്നു. കാരണം വെറുതെയാണ്, നഷ്ടമാണ്. ഇതിപ്പോൾ 1000 രൂപയ്ക്ക് നമ്മൾ അതിൻ്റെ കൂപ്പൺ എടുത്തിട്ട് 2 ഗെയിം മാത്രമേ നമുക്ക് കളിക്കാൻ സാധിച്ചുള്ളൂ. നഷ്ടമല്ലേ ഗൈസ്, നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് റൈഡ് ചെയ്യുന്നതിൻ്റെത് ഒരു പ്രാവശ്യം കയറി. ഇപ്പം ഈ ഇരുന്ന് വെടിവെച്ച് കളിക്കുന്നത് അത് 2 പ്രാവശ്യവും. 1000 രൂപ ഡിം. വല്ലതും മേടിച്ച് കഴിച്ചിരുന്നുണ്ടെങ്കിൽ വയറ്റിലെങ്കിലും കിടന്നേനെ. എന്നാലും കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് നമ്മൾ ഒരു തവണ കയറ്റി കളിപ്പിച്ചു. അവരും സന്തോഷം. നമ്മുടെ കാലി നോലി, നമ്മുടെ കീശ കാലിയായപ്പോൾ നമുക്കും സന്തോഷം. അതേ ഉണ്ടായുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ പിള്ളേരുടെ കൂടെ ഞാനും കൂടി ഇരുന്നു. എൻ്റെയും കുറേ നാളത്തെ ഒരു ആഗ്രഹം എന്നല്ല, കാണുമ്പം ഇതിനകത്ത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരിതുണ്ടായിരുന്നു. അത് ഞാനും കയറിയിരുന്നു. 1-2 ഗെയിം കളിച്ചപ്പോൾ ഇത്രയുള്ള സംഭവം എന്നുള്ളത് മനസ്സിലായി. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും 2 പേർക്കും ഐസ്ക്രീം കഴിക്കണം എന്നുള്ള അതിയായ പൂതി കാരണം നമ്മൾ ഐസ്ക്രീം മേടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ ദാണ്ടടാ വെറൈറ്റി ഐസ്ക്രീമുകൾ, പലതരം ഐസ്ക്രീമുകൾ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പം ഒരാൾ പറഞ്ഞു എനിക്ക് ഐസ്ക്രീമായിട്ട് മതി, അടുത്ത ആൾ പറഞ്ഞു എനിക്ക് മിൽക്ക് ഷേക്ക് മതിയെന്ന്. ഐസ്ക്രീം ഒരു സ്കൂപ്പായിട്ട് ഓരോന്ന് എടുക്കുന്നതിന് 50 റുപ്പീസാണ് അവർ പറയുന്നത്. 50 ആണോ 60 ആണോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ആ സ്കൂപ്പ് ഒരു 2 സ്കൂപ്പ് ഇട്ടു ഐസ്ക്രീം ആക്കിയപ്പോഴത്തേനും അത് 120 റുപ്പീസ് അല്ല 120 അല്ല 180 റുപ്പീസായി. മിൽക്ക് ഷേക്കിലോട്ട് കയറിയപ്പോൾ അത് 180 റുപ്പീസിലോട്ടായി. അപ്പോൾ ഐസ്ക്രീമായിട്ട് മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. എന്നാലും ഐസ്ക്രീം കഴിക്കുന്നത് വേറെ, മിൽക്ക് ഷേക്ക് കുടിക്കുന്നത് വേറെ അല്ലേ. അപ്പോൾ പിന്നെ കുഞ്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുഞ്ചുവിൻ്റെ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട്. വേറൊന്നുമില്ല, സ്ട്രോബെറി ഐസ്ക്രീം എടുത്ത് മിക്സിയിലിട്ട് ഒന്നടിച്ചു. അതിനകത്ത് ഇച്ചിരി ഷുഗർ സിറപ്പും കൂടെ ആണെന്ന് തോന്നുന്നു ആഡ് ചെയ്തത്. അതോ എന്തോ ഫ്ലേവറാണോ എന്താണെന്ന് അറിയത്തില്ല, ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് മിക്സിയിലിട്ട് 2-3 അടി അടിച്ചു, ഷേക്കാക്കി കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തു. കുട്ടി കുടിച്ചു, കുട്ടി കുഷ്. നമ്മൾ
ഖുഷായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് അത്രയും കൊണ്ട് തൃപ്തി തോന്നിയില്ല. എന്നാലും പിന്നെ മാളിലൊക്കെ വന്നതല്ലേ, നമ്മളൊന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് മിൽക്ക് ഷേക്കൊക്കെ കഴിച്ചൊന്ന് ചില്ല് ചെയ്യണ്ടേ. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ ബൈ.